ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അസിസ്റ്റൻസ് ടു ദ വുമൺ ഓൺട്രപ്രണേഴ്സ്. നമ്മൾ കഴിഞ്ഞ അവസാന ക്ലാസ്സുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വുമൺ ഓൺട്രപ്രണർഷിപ്പ്, അതുപോലെ തന്നെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് സപ്പോർട്ടുകളും ഡെവലപ്മെൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ വേറൊരു ടോപ്പിക്കും കൂടിയാണ് അസിസ്റ്റൻസ് ടു ദ വുമൺ ഓൺട്രപ്രണേഴ്സ്. ഓരോ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് വുമൺ ഓൺട്രപ്രണേഴ്സിൻ്റെ അല്ലെങ്കിൽ വുമൺ ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ടുകൾ അല്ലെങ്കിൽ സ്കീമുകളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഡിസ്കസ് അബൌട്ട് സിഡ്കോ, സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. അത് മെയിനായിട്ട് ഓൺട്രപ്രണർഷിപ്പിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ വുമൺ ഓൺട്രപ്രണർഷിപ്പിന് സ്പെഷ്യലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് EDP ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവരെ ബൂസ്റ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഓൺട്രപ്രണർ സ്കില്ല്, അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ്, ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എങ്ങനെ ഒരു പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യണം, അതിനൊക്കെ വരുന്ന ഫീസിബിലിറ്റി റിപ്പോർട്ടുകൾ, റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി, അങ്ങനെയുള്ള ഓവറോൾ ആയിട്ട് വരുന്ന ഹെൽപ്പുകൾ ഈ സിഡ്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻസുകൾ, ഒപ്പം തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഇതൊക്കെ സിഡ്കോ വുമൺ ഓൺട്രപ്രണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, NSIC. ഇതും കൂടുതൽ ഹയർ പർച്ചേസ് സ്കീമിലുള്ള മിഷനറീസ് പ്രൊവൈഡ് ചെയ്യുക. കാരണം വുമൺ ഓൺട്രപ്രണേഴ്സ് ഒരു സ്മോൾ മീഡിയം ലെവൽ എൻ്റർപ്രൈസാണ് അവർ സെറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രീസിൻ്റെ മിഷനറീസ് അത് ഹയർ ബേസിസിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിൽ മെയിനായിട്ടൊരു 20% മിഷനറീസാണ് മെയിനായിട്ട് എല്ലാം ഓൺട്രപ്രണർഷിപ്പ് എന്ന ബേസിസിൽ കൊടുക്കുന്നത്. അതിൽ 15% വുമൺ ഓൺട്രപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ മിഷനറീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 5 lakh വരെയുള്ള മിഷനറീസിനാണ് അവർ MSME പോലെയുള്ള ഇൻഡസ്ട്രീസിലാണ് ഈ വുമൺ ഓൺട്രപ്രണേഴ്സിന് അവർ മിഷനറീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് NSIC ചാർജ് ചെയ്യുന്നത് 12.5% ആണ്. അതായത് 5 ലക്ഷം വരെയുള്ള മിഷനറീസിന് അവർ 12.5% ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ഓർഗനൈസേഷനാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓഫ് ഇന്ത്യയാണ്, IDBI. അതും ഇതേപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പിന് ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാങ്കാണ്. അതും ഇതേപോലെ തന്നെ വുമൺ ഓൺട്രപ്രണേഴ്സിനെ അവരുടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, അവരുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു SSI യൂണിറ്റ് എന്ന രീതിയിലാണ് അവർ വുമൺ ഓൺട്രപ്രണേഴ്സിൻ്റെ ബിസിനസ്സിനെ അവർ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ NSIC ചെയ്യുന്ന പോലെ തന്നെ IDBI മിഷനറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്രയാണ് അവരുടെ പ്രൊജക്റ്റ് കോസ്റ്റ്? കൂടുതൽ ബാക്ക്വേർഡ് ഏരിയാസിലെ ഡിസ്ട്രിക്റ്റിലാണ് അവർ കൂടുതൽ IDBI സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ബാക്ക്വേർഡ് ഏരിയാസിൽ സെറ്റപ്പ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിന് കൂടുതൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ IDBI അവരുടെ രീതിയിലുള്ള പ്രൊജക്റ്റ് കോസ്റ്റ് എത്രയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 12.5% ആണ്. ഒപ്പം തന്നെ റീഫിനാൻസ്, ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവർ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ സെറ്റപ്പ്. അത് നമുക്കത് റീപേബിൾ ചെയ്യേണ്ട ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 10 years ആണ്. 10 yearsനുള്ളിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് ലോണുകളൊക്കെ ഉണ്ടെങ്കിൽ അത് റീപേയ്മെൻറ്റ് നടത്താം. അതിനൊക്കെ നല്ല രീതിയിലാണ് ഈ ഒരു IDBI ഹെൽപ്പ് ചെയ്യുന്നത്. ഒപ്പം തന്നെ IDBIയുടെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമുകളാണ് മഹിള ഉദ്യാൻ നിധി, അതേപോലെ തന്നെ മഹിള വികാസ് നിധി. ഇതെല്ലാം വുമൺ ഓൺട്രപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മിഷനറീസ്, ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ട്രെയിനിങ് പ്രോഗ്രാംസുകളും IDBI ഈ 2 സ്കീമിൻ്റെ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ് പല ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏജൻസികളൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നു. ട്രെയിനിങ് സെൻറ്റേഴ്സ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റ് വിസിറ്റ് നടത്തുന്നുണ്ട്. കാരണം പല രീതിയിലുള്ള ഇൻഡസ്ട്രീസിന് വിസിറ്റിങ്, ഇതിനൊക്കെ IDBI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി അല്ലെങ്കിൽ ഓർഗനൈസേഷനാണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SIDBI.
അവരും ഇതേപോലെ തന്നെ ഡിഫറെൻറ്റ് സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് മഹിളാ വികാസ് നിധി, അതേപോലെ തന്നെ മഹിളാ ഉദ്യാൻ നിധിയാണ്. അതിൽ മഹിളാ വികാസ് നിധി സ്കീം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സ്പെഷ്യൽ ഫണ്ട് ഫോർ ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ വുമൺ. അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു മഹിളാ വികാസ് നിധി. അതൊരു സ്പെഷ്യൽ ഫണ്ടാണ്, മെയിൻലി ഫോക്കസ് ഓൺ ദി വുമൺ ഓൺട്രപ്രണേഴ്സ്. അടുത്തത് മഹിളാ ഉദ്യാൻ നിധിയാണ്. ഇത് പുതിയ പ്രൊജക്റ്റുകൾ, അതായത് വുമൺ ഓൺട്രപ്രണേഴ്സ് പുതിയ പ്രൊജക്റ്റുകളാണ് അവർ സെറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. അതിന് 15% വരെയുള്ള ഇക്വിറ്റി ഷെയർസിൻ്റെ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ 10 lakhs വരെയുള്ള വർക്കിംഗ് ക്യാപിറ്റലും, അതേപോലെ തന്നെ 2.5 lakhs വരെയുള്ളതിനുള്ള ലോണുകളും, സോഫ്റ്റ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ് ലോൺ മീൻസ് അതിൽ സ്റ്റാർട്ടിങ് ടൈമിൽ അവർക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം കുറവായിരിക്കും. അങ്ങനെയാണ് മെയിനായിട്ടുള്ള സിഡ്ബിയുടെ 2 സ്കീമുകൾ, ഒന്ന് മഹിളാ വികാസ് നിധിയും അതേപോലെ തന്നെ മഹിളാ ഉദ്യാൻ നിധിയും. ഇറ്റ്സ് എ മെയിൻലി ഫോക്കസ് ഓൺ the women entrepreneurship. ആൻഡ് ഫൈനലി ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. അത് പല രീതിയിലും പല ബാങ്കുകളും അവരുടേതായ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനോട് കൂടി തന്നെ വുമൺ ഓൺട്രപ്രണർഷിപ്പിനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ട്രെയിനിങ് പ്രോഗ്രാംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഒന്ന് SBIയുടെ ശ്രീ ശക്തി പാക്കേജ് സ്കീമാണ്. അതും ഇതേപോലെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് വുമൺ ഓൺട്രപ്രണേഴ്സിന്. അവർക്ക് അതിലൊരു കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ തന്നെ, അതായത് സെക്യൂരിറ്റിയുടെ അല്ലാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലോണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സോഫ്റ്റ് ലോൺ എന്ന രീതിയിലാണ് ഈ ഒരു സ്കീം വർക്ക് ചെയ്യുന്നത്. അടുത്തൊരു ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവർ ഇതേപോലെ തന്നെ പ്രിയദർശിനി യോജന, ഈ ഒരു സ്കീമിലും ഇവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു 1 lakh വരെ ആണ് അവർ ഈ ഒരു ലോണായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ്. അതിലെ SME മഹിളാ പ്ലസ് സ്കീം, അതും കൂടുതലായിട്ട് ക്രെഡിറ്റ് സ്കീം പ്രൊവൈഡ് ചെയ്യുക. കാരണം ലോണിൻ്റെ ഒരു ബേസിസിൽ തന്നെയാണ് അവർ ഈ ഒരു സ്കീം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഓരോ ബാങ്കുകളും അവരുടേതായ രീതിയിലുള്ള അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാം. അതിൽ ഇനീഷ്യൽ ടൈമിൽ അവർക്കുള്ള ഒരു സോഫ്റ്റ് ലോൺ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റ് കോസ്റ്റ് എത്രയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അവർ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിൽ ഇത്ര ടൈം അവർക്കുള്ള ലോൺ റീപേയ്മെൻറ്റൊക്കെ കാലാവധി വളരെ കൂടുതലായി, കാരണം എത്ര സമയത്തിനുള്ളിൽ അവർക്ക് അടച്ചു തീർത്താൽ മതി എന്നൊക്കെയുള്ള സ്കീമുകളാണ് ഓരോ ബാങ്കുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടിയാണ്, ഇതേപോലെ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഓരോ ഏജൻസിയുടെ സപ്പോർട്ടോട് കൂടിയാണ്, അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വുമൺ ഓൺട്രപ്രണേഴ്സും അവരുടേതായ രീതിയിലുള്ള ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് വുമൺ ഓൺട്രപ്രണർഷിപ്പിൻ്റെ അവർക്ക് കിട്ടുന്ന അസിസ്റ്റൻസുകൾ എന്ന് പറയുന്നത്.